ഇതാണ് മെയിൻ ഗേറ്റ്. നമ്മളപ്പം ഇതിൻ്റെ അകത്തോട്ട് പോകാൻ. നേരത്തെ ഈ ഫ്രണ്ട് കയറി ഇവിടെ തന്നെ ആണെങ്കിൽ ബാഗ് ഒക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. എന്തെങ്കിലും പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെടുത്ത് കളയായിരുന്നു. ഓ ചക്കും ആ മുത്തും അവിടെ വീഡിയോ ഫോട്ടോ എടുപ്പായിരുന്നു. ആ എന്താ അത് ആ തുരുമ്പാണേ. വാ വെടി വെക്കുന്നതോ? വാ ഇനി കുറേ അങ്ങ് മണ്ട വരെ ട്രക്ക് ചെയ്ത് കയറണം ഗൈസ്. ക്ഷീണിക്കുമെന്നാണ് തോന്നിയപ്പോഴത്തേക്ക്. ഒന്നാമത് ഉച്ച ആയതുകൊണ്ട്. ഇവിടെ നിന്ന് മുമ്പിലോട്ട് ചെല്ലുമ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ബസ്സേലും നമുക്ക് കയറി പോകാം കേട്ടോ. ബസ്സിന് എത്ര ചാർജ് അങ്ങ് മേളിൽ വരെ പോകുന്നതിനൊന്നും അറിയില്ല. എത്ര അറിയിക്കൂടാ? അങ്ങനെ ഇവിടെ ഒരു എത്തി. ഇപ്പം ആണെങ്കിൽ വലിയ തിരക്കില്ല. ഇപ്പം ഈ സമയം ആയതുകൊണ്ട്. ഇപ്പം സമയം ഒരു 10-11 മണി ആയിക്കാണും. അതുകൊണ്ട് വലിയ തിരക്കില്ല. അവിടെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. കുളത്തിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. വെളിയിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ഇതിലെ മേപ്പോട്ട് കയറി പോകണം. മണ്ടയ്ക്ക് ചെല്ലണമെങ്കിൽ. ഇതാണ് കുളം. തിരിച്ചു വരുമ്പോ കുളത്തിൽ പോയാൽ പോരായിരുന്നു. ಎಲ್ಲ ಪೋಣ ಚಕ್ಕು ഞങ്ങളുടെ ചക്കുപ്പിതണ്ട് ഓടി ഓടി പോകുന്നു. കുളത്തിൻ്റെ അകത്ത് എന്തുവാടെ വെച്ചേക്കുന്നത്? സോളാറോ എന്താടാ കുളത്തിൻ്റെ അകത്ത് വെച്ച്? കുളത്തിൻ്റെ അകത്ത് എന്തോ ചെടി തോണ്ട് കണ്ടോ? മീനെ കാണുന്നുണ്ടോ? നോക്കട്ടെ. 2 ഓറഞ്ച് കളറിലെ മീനുകളെ കണ്ടു. കുറേ മീനുകളുണ്ട് കേട്ടോ അകത്ത്. അതുകൊണ്ടൊരു വൈറ്റ് കളറിലെ മീന്, വൈറ്റ് ഓറഞ്ച്. നമ്മുടെ നാട്ടിലേക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോ കാവിന്റെ കൂടെ പോയി ഇവിടെയൊക്കെ ഇപ്പൊ നല്ല പച്ചപ്പാക്കി. ഈ ബസ്സിൽ പോകുന്നതിന് എത്ര ആയിരിക്കും റേറ്റ്? 20 രൂപയോ? ഞങ്ങളിതിലെ മേപ്പോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചക്കുവിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് മുത്ത്. ചക്കു പോസിൽ ഓടുന്നുണ്ടോ? അങ്ങനെ ഇവിടുത്തെ നല്ലൊരു കിടിലം വ്യൂ ഉണ്ടോ? അയ്യോ, ഞങ്ങൾ വന്ന റോഡാണ് താഴേന്നുള്ളത് കേട്ടോ. അങ്ങ് ദൂരെ അങ്ങ് താഴേന്നാണ് ഞങ്ങൾ കയറി വന്നത്. ചക്കുപ്പി വേണ്ട ഓടിക്കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നാണ്ട് പോകുന്നു. എന്താ പെട്ടെന്ന് വരുമ്പോൾ ഉച്ചയായി. മഴ വിലമ്പേ നമ്മളിവിടെ നിന്ന് ഇന്ന് നനേണ്ടി വരും. ഇടയിൽ കയറി നിൽക്കുക ഒരു കട പോലും ഇല്ല. ഇവിടെ എല്ലാം ഇങ്ങനെ സൈറ്റ് വ്യൂവിന് വേണ്ടിയിട്ട് ചെറിയൊരു ഏരിയ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കോട്ടയൊക്കെ പോലെ ഇതുകൊണ്ട് മേളിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഉറങ്ങളുണ്ടെന്ന് തോന്നുന്നു ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ ഈ താഴോട്ടുള്ള ഈ കുന്നുമലയും കാണാനേ ഉള്ളൂ. അപ്പുറത്താണ് മറ്റേ ഫോഗൊക്കെ അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചക്കുപ്പി അങ്ങ് പോയി വണ്ടി വരുമെന്ന് പറഞ്ഞോട്. അതുകൊണ്ട് അവൾ സ്ലോ മോഷനിൽ നടന്നു പോകുന്നു. അതാ വരുന്നു. ഡാ, നീ താഴോട്ട് മേലോട്ട് ഓടല്ലേ, നീ ക്ഷീണിക്കും. ഇനി എന്ത് കയറ്റം കയറി പോകണമെന്നറിയൂ. വലിയൊരു യൂക്കാലിമരം കണ്ട ഗൈസ്. കുറച്ചിങ്ങ് കയറി വരുമ്പോൾ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. നന്ദിനിയുടെ ഒരു കട. ഇവിടെ കോഫിയും പിന്നെ ചെറിയ ചെറിയ ബിസ്ക്കറ്റുകളും അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ. നടന്ന് ക്ഷീണിച്ച് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഫ്രഷായിട്ട് പോകാം കഴിച്ച്. ചക്കു ഇപ്പം തന്നെ തുടങ്ങി അവന് എന്തെങ്കിലും ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തെങ്കിലും നോക്കാം, എന്തെങ്കിലും നമുക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ വെയിറ്റ് ചെയ്യുവാണ്. മുത്തു ലസ്സി വാങ്ങിക്കാൻ വേണ്ടി പോയി. ഗൈസ് കണ്ടോ, ഇവിടെ നന്ദി വേണം പാല് കുടിക്കുവാണ് ഗൈസ്. കണ്ടോ, ഞാൻ ഇത് മാങ്കോ അല്ല, ഇത് നോർമൽ. അതിനാ ഞാനൊരു മാങ്കോ ലസ്സിയാണ് വാങ്ങിച്ചത്. മാങ്കോ ആണോ നോർമൽ ആണോ? മാങ്കോ.
എന്നാണ്ട് അമ്മയുടെ കൊണ്ടുപോകും. ഇതാ നല്ലത്. ഇവിടെ നിന്ന് ഓടിച്ചിട്ട് പോകണം. വാ പോകാം. ഇത് ഭയങ്കര ഇത് നല്ലതുണ്ട് കേട്ടോ. മാംഗോ ലസ്സി നല്ല സൂപ്പറായിരുന്നു. നോർമൽ ആണെങ്കിൽ താര എന്തോ ഒരു പുളി. ഞാനും ചക്കവും കൂടെയാണ് മാംഗോ ഷെയർ ചെയ്ത് കുടിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഈ കടയിൽ നിന്ന് ലസ്സിയൊക്കെ കുടിച്ച് പീക്കോക്കോ പീക്കോക്ക് പ്രതിമയായിരുന്നോ? ഉണ്ട് അമ്മൂസും ചക്കുപ്പി ഞങ്ങളെ കാട്ടിക്കൂടെ പോകുന്നു കേസ്. ഓർമ്മയുണ്ടല്ലേ പണ്ട് അമ്മൂസിനെ ഇതുപോലെ വീഡിയോ എടുത്തു കൊടുത്തായിരുന്നു. ചക്കുപ്പി ഞാൻ പറഞ്ഞോണ്ടൊരു വീഡിയോ എടുക്കാം. വീഡിയോ എടുത്തോണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ നിൽക്കേ വെയിറ്റ് ഗൈസ്, ഞാൻ അമ്മൂസിൻ്റെ ഒരു വീഡിയോ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് വരാമേ. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരും. അപ്പോൾ എല്ലാവരും പോയിട്ട് ഫോളോ അടിക്കണം കേട്ടോ. രഞ്ജുരാജ് 619. പിന്നെ ഞങ്ങളുടെ ദേവി കാർട്ടൂൻ്റെ ഒഫീഷ്യൽ പേജ് ഉണ്ട്. ആ പേജിനകത്ത് കൊണ്ട് പോയി എല്ലാവരും ഒന്ന് ഫോളോ അടിക്കുക. എന്നിട്ട് അപ്പം നിങ്ങൾ അതിനകത്ത് ഞങ്ങളോട് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങൾ പറ്റുവാണെങ്കിൽ ഞങ്ങളവിടെ പോവുകയും ഞങ്ങളുടെ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പോൾ തന്നെ ചക്കുപ്പി അങ്ങ് പോയി. ചക്കുപ്പി അതുകൊണ്ട് ഞാൻ ക്യാമറ എടുക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാനും കൂടെ വന്നേനെ. രാവിലെ മഴയാണെന്ന് വിചാരിച്ചത്, പക്ഷേ മഴ നല്ല കാലാവസ്ഥയായിരുന്നു. ഫോട്ടോ അതുകൊണ്ട് ഞങ്ങൾ കുന്തച്ച് പോകാം. വീണ തന്നെ എണ്ണിച്ചോണം കരയരുത് കേട്ടോക്കുപ്പാ. നീ ഇന്നാൾ ഈ കാട്ടിൽ കൂടെ അല്ലേ ഇറങ്ങി വന്നേ ഗൈസ്? ഇവിടെ അർക്കാവതി റിവർ ഉണ്ട്. അത് തുടങ്ങുന്ന ഇവിടെ നിന്നാണ് ഗൈസ്. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി പോകണം. പക്ഷെ ആൾക്കാരൊന്നും പോണില്ലെന്ന് തോന്നുന്നു. എന്തോ ഒരു കറുത്ത രൂപം ഇങ്ങോട്ട് പോയി. ഇടല് വല്ലതാണോ? അല്ല ആൾക്കാരായിരുന്നു കേട്ടോ. ചക്കുപ്പി ഉണ്ട്. ഇതുകൊണ്ട് ആ കാണുന്ന തോടിൻ്റെ അവിടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ആ തോട് പോലിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ നല്ല രസമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ മണ്ണാർശാല അമ്പലത്തിൽ പോകുമ്പോൾ കാവിൻ്റെ നടുക്ക് പോയി നിൽക്കത്തില്ലേ, എന്നിട്ട് ആ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം അടിപൊളിയാണ്. എന്താ പച്ചപ്പ്, നല്ല തണുപ്പ് ഇല്ലേ മൂ? കുരങ്ങന്മാർ വന്ന് ശല്യം ചെയ്ത് ഇതാണ്ട് ഓരോന്നൊക്കെ വന്നിരിക്കുന്നു. ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്തിരിക്കുമെന്ന് തോന്നുന്നു. ഇതിലും വേണം ക്യാമറ എടുത്തിട്ട് വന്നാൽ പോരായിരുന്നു. അന്നേരം എടുക്കണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന്. ഇതെന്തോ ഈ കുത്തിച്ചാരി വെച്ചേക്കുന്നത്? ചക്കുവിൻ്റെ തൊപ്പിയോ കുപ്പിയോ? ഇത് വെച്ചിട്ട് പോകുമോ നീ ഇവിടെ? അങ്ങ് ചുമ്മാ നടക്കുക കഴിച്ചവനോട്. നല്ല തണുപ്പാണ് ഗൈസ്. നമ്മൾ ആ തിരക്കിന്ന് ഈ കാട്ടിനകത്തോട്ട് കയറിയപ്പോ നല്ല രസമുണ്ട്. ഫുൾ മൈൻഡ് റിലാക്സ് ആയിട്ട്. എന്റെ മനസ്സ് പിന്നെ എന്ന് റിലാക്സ് ആ മുത്തിന്റെ വണ്ടിയിൽ കയറിയിട്ട് ഇനി ഉറങ്ങാനുള്ള പണിക്കാന്ന് തോന്നുന്നു ഇല്ലടി. അതുകൊണ്ട് അതിലെ പിള്ളേരൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ അമ്മയുടെ മോൻ തന്നെ ചക്കുപ്പിന്ന് രണ്ട് പോസ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഞാൻ പോയി 2 ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് കേട്ട് ഗൈസ് വീണ്ടും. അയ്യോ നമ്മുടെ ഇവിടെ ഭയങ്കര മഴക്കോള്. നമുക്ക് പെട്ടെന്ന് നമുക്ക് വീഡിയോ എടുത്തിട്ട് പോവാം. കുട വണ്ടിക്കകത്തിരിക്കുക ഇല്ല നനയൊന്ന്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല തണുപ്പാണ് ഗൈസ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഏതാണ്ട് ചക്കുവിൻ്റെ വീഡിയോ ഷൂട്ടാണ് ഇവിടെ. ചക്കുവിൻ്റെ വീഡിയോസ് ആണെങ്കിൽ മുത്തെടുത്തോണ്ടേ ഇരിക്കുക. ഇന്ന് ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കത്തേ ഉള്ളതെന്നാണ് തോന്നുന്നത്. ഇനിയും കുറേ ഉണ്ട് മേളോട്ട് കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ്. ഫുൾ തണലാണ്. നല്ല രസമാണ് ഇവിടെ കാണാൻ വെച്ചാൽ ഭയങ്കര ചീവീടിൻ്റെ സൗണ്ടും ഫുൾ പച്ചപ്പും. നമുക്കിനി കയറേണ്ടത് ആ പാറയുടെ മണ്ടയ്ക്കാണ്. കണ്ട ആൾക്കാരൊക്കെ നിൽക്കത്തില്ലേ? അവിടെയാണ് കയറേണ്ടത്. അതിൻ്റെ മണ്ടയ്ക്ക് ഒരു അമ്പലം ഉണ്ട്. നമുക്കിനി അവിടെ കയറണം. അടുത്ത ഫോട്ടോ ചക്കുവിനെ കണ്ടോ ഗൈസ്? ഇന്ന് ചക്കു നല്ല സന്തോഷത്തിലാണ്. എന്ത് പറ്റിയെന്ന് അറിയില്ല. അല്ലെങ്കിൽ എപ്പോഴും കീറ്റിച്ചോണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ചക്കുവിനെ കീറ്റിച്ചായിരിക്കും. ഗൈസ് ഇപ്പം നല്ലൊരു കിഡിലൊരു വ്യൂ കാണിക്കട്ടെ നിങ്ങളെ. ഞങ്ങൾ ഈ പാറ ഇനി മണ്ടയ്ക്ക് കയറാൻ പോകുന്നുണ്ട്. ചക്കു ഫ്രണ്ടിൽ കയറുന്നുണ്ട്, മുത്തും കയറുന്നുണ്ട്. ചക്കു വെള്ളത്തിൽ കണ്ട് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നതിന് വെള്ളത്തിലാശാനല്ല കൂത്താടിയാവോ? അത് വലുതായിട്ട് അതാണ് കൊതുകിന്റെ കുഞ്ഞുങ്ങള്. ഇവര് രണ്ടൊരു വെള്ളത്തിലെ കൂത്താടിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ
നമ്മുടെ അമ്മൂസും ചക്കുപ്പിയും കൂടെ കയറിപ്പോയി. ചക്കുപ്പി എന്ത് ചെയ്യേ? നീ ഇന്നെ കാരണം ചക്കുനെ കാണാനല്ലോ. അതുകൊണ്ട് ചക്കുപ്പി മടച്ചെന്നാ. ചക്കുപ്പ് അല്ലേ പോടാ. ഇനി ഈ കുന്നിൻ്റെ മണ്ടയ്ക്കൊരു അമ്പലമുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ന് കുറേ സ്ഥലത്ത് പ്ലാൻ ചെയ്തായി, പോകാൻ പറ്റുമെന്തോ. ഇവിടെ തന്നെ ഇപ്പോൾ കുറേ സമയമായി. കണ്ടോ ഓരോ ഉളകൾ വന്നിട്ട് മുറുക്കിയിട്ട് തുപ്പി വെച്ചേക്കുന്ന കേട്ടോ. മുറുക്കിയിട്ട് തുപ്പി വെച്ചേക്കുന്ന ഇരിക്കുന്ന സ്ഥലത്തെ ഇവിടുത്തെ വ്യൂ ഉണ്ടോ ഗൈസ്? ഓ പൊളി. രാവിലെയൊക്കെ വരുമ്പോൾ ഇവിടെ ഫുള്ള് ഫോഗായിരിക്കും കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഫോഗ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, മേഘം കാണാൻ പറ്റില്ല. ചക്കുപ്പി ഇതാവട്ട് വീട് ഇങ്ങനെ വന്നേ. ഇവൻ ഈ വെള്ളത്തിൽ കിടക്കുന്ന കൂത്താടിയെ കാണാൻ പോവാ. ഇവൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അല്ലേ കുപ്പി? കൊതുകിൻ്റെ കുഞ്ഞിനെ നീ ആദ്യമായിട്ടാണ് കണ്ടേ? കയറിപ്പോ. എന്താ ധൃതി നമുക്കുന്നല്ലേ? കയറിപ്പോ. ഉണ്ടോ ഓരോരുത്തരൊക്കെ വന്ന് ഇത് ഫുഡ് കഴിക്കുന്നു. ഉച്ചക്കത്തെ ചോറൊക്കെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. വാടാ. അത് വെള്ളത്തിലാശാൻ. ഓ അതാ വെള്ളത്തിലാശാൻ. കണ്ടു വാ. ശിവനി വെള്ളത്തിലാശാൻ എന്നെ കണ്ടിട്ടില്ല. അതാണ് വെള്ളത്തിലാശാൻ. ആ അത് ഈച്ചയായിരിക്കും. അതിൻ്റെ ഇപ്പുറത്ത് വെള്ളത്തിലാശാനാന്ന് തോന്നുന്നു. വാ 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 വാടാ. അയ്യോ ഇത് കുറേ ഉണ്ടല്ലോ കയറിപ്പാനായിട്ട്. ദൈവമേ അങ്ങ് മണ്ട വരെ ഉണ്ട് പോകാൻ. നടന്ന് കയറി വന്ന് ക്ഷീണിച്ചിരിക്കുക. മുത്താണെങ്കിൽ അവിടെ കുറേ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. എവിടെ പോയാലും മുത്ത് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. എവിടെ പോയാലും മുത്ത് കുറേ ഫോട്ടോ എടുക്കും ഗൈസ്, ക്യാമറയിലെ സ്പേസ് കളയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒറ്റ ഫോട്ടോ എടുത്തും ഇല്ല. അതാണ് മുത്തിൻ്റെ കാര്യം. അയ്യോ ഞാൻ ക്ഷീണിച്ച് ഗൈസ്. പാറ മൊത്തം കയറി വന്നപ്പോഴത്തേക്ക് പോടാ ഫ്രണ്ട്. ഞങ്ങൾ കയറി വന്ന് പാറയുടെ മണ്ടലിൽ ഇരുന്നപ്പോൾ ഇവിടുത്തെ വ്യൂ ആണ് തേണ്ട. ഈ നിൽക്കുന്നതല്ല, ആ നിൽക്കുന്നതല്ല, അവിടുത്തെ വ്യൂ കണ്ടോ ഗൈസ്? നല്ല രസമില്ലേ കാണാന്? ഒരു പൊട്ടനാണെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ കയറി കൈ നിവർത്തിരിക്കുവാണ് ഗൈസ്. ചക്കു ഇവിടെ കുടുകൂടാ ചിരിക്കും. ആ പൊട്ടുന്നില്ല. ചക്കു വെള്ളം കുടിച്ചിരിക്കുക. ഇവിടത്തെ വ്യൂ കണ്ടോ ഗൈസ്? അടിപൊളി വ്യൂ ആണ്. മുത്തും ചക്കും തേണ്ട തുള്ളി തുള്ളി പോകുന്നു. ആ കാണുന്നതാണ് നമ്മൾ വെളുപ്പിനെ വന്ന് കയറി നിന്ന വ്യൂ പോയിന്റ് കേട്ടോ. നല്ല രസമായിരിക്കും അവിടെ വെളുപ്പിനെ വരുമ്പോൾ കയറി നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ആരും കയറുന്നില്ല, ഇപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. മുത്ത് മുക്കിലും മൂലയ്ക്കും എല്ലാം നിന്ന് ഫോട്ടോ എടുക്കുക. ഇതൊക്കെ എടുത്ത് ഇടുവോ ദൈവമേ, ആർക്കറിയാം. ഗൈസ് ഇതൊക്കെ നമുക്ക് രാവിലെ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടുള്ള പവലീനാണ്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ സൂര്യോദയം കണ്ടിട്ട് മറ്റേ മേഘമൊക്കെ വരത്തില്ലേ, അത് ഈ സൈഡാണ്. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. കണ്ടോ അങ്ങ് താഴെ ഒരു കുളമുണ്ട്. കണ്ടോ കുളമല്ലേ, ലേക്കാന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ അതിലാണ് കയറി വന്നത്. ഇപ്പോൾ ഈ സൗണ്ട് കേൾക്കുന്നത് ഈ അമ്പലത്തിലെ ശിവൻ്റെ അമ്പലമാണ്. താഴെ ഹനുമാൻ്റെ അമ്പലം, പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ അമ്പലം. നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് കയറുന്നില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നതാണ്. ഇപ്പോൾ സമയമില്ല കയറാൻ. ചക്കുപ്പിക്ക് ഈ നന്ദിനി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ഈ കട ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു ഫേമസ് മിൽക്കിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ അത് ഇവിടെ താഴെ ഒരു കട തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ ഒരു കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോഴത്തേക്ക് ആശാനെ പെട്ടെന്ന് ദാഹിക്കുകയും വിശക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഐസ്ക്രീം തിന്നാനുള്ള പണിയാണ്. കണ്ടോ സൈഡിലോട്ട് വലിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? അങ്ങോട്ട് പോയി കയറാനാണ്. മുമ്പ് എന്നോട് കട കണ്ടോ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചേരാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവന് കഴിക്കാനൊന്നും മേടിച്ച് കൊടുക്കാത്തതിൻ്റെ കേട്ടോ. അതുകൊണ്ട് തന്നെ പോവാ കയറി ചിരിച്ചുകൊണ്ട് പോകണം. ആ കള്ളച്ചിരി ഉണ്ടോ? കള്ളച്ചിരി ഉണ്ടോ? ആ കള്ളച്ചിരി കാണുമ്പോഴേ ഓർത്തന്നെ ഏതാണ്ട് കള്ളത്തിനെ കാണിക്കാൻ പോവാ. അതുകൊണ്ട് കടുവ, അതുകൊണ്ട് പുറകിൽ കടുവ കണ്ടോ? എന്നാ ബാ കയറിട്ട് വരാം ബാ.
എന്നാ ഗൈസ് ചക്കോപ്പിക്ക് ഒരു ഐസ്ക്രീം മേടിച്ച് കൊടുത്തിട്ട് വരാം ഗൈസ്. ഗൈസ് അങ്ങനെ അമ്മയും മോനും കൂടെ ഓരോ ഐസ്ക്രീം മേടിച്ച്, മോനാണെങ്കിൽ സ്ട്രോബെറി മേടിച്ച്. അയ്യോ ചക്കുൻ്റെ ഐസ്ക്രീമും ഉടുപ്പും ഒരേപോലെ നോക്കിയേ. ഈ പൊലിച്ച് ഉടുപ്പായി വീണാലും കുഴപ്പമില്ല, അറിയത്തില്ലല്ലേ. അമ്മൂസ് തരുന്ന വാനില ഐസ്ക്രീം മേടിച്ചുകൊണ്ടിരിക്കുന്നു. വാനിലയാണോ? ആ അതേണ്ട ഇവിടെ അടുത്ത കട നന്ദിനിയുടെ. ഇവിടെ ഫുള്ള് നന്ദിനിയുടെ ആണെന്ന് തോന്നുന്നില്ല ഇപ്പം. അങ്ങനെ നമ്മൾ നന്ദി ഹിൽസിൻ്റെ ടോപ്പ് വ്യൂവിൽ വന്നിട്ടുണ്ട്. ഇവിടാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ റീൽസിലൊക്കെ കാണുന്ന വീഡിയോ ഒക്കെ കാണത്തില്ലേ, റീൽസിലൊക്കെ ഉള്ള ആ വ്യൂ കാണത്തില്ലേ, അതിവിടാണ്. ഇവിടെ നിന്ന് എടുക്കുന്ന വ്യൂസാണ് അത് മൊത്തം. ഇപ്പോൾ അവർ കുഞ്ഞുങ്ങളില്ല അവിടെ. രാവിലെയൊക്കെ വന്നാൽ ഭയങ്കര തിരക്കാണ്. ഇതാണ് നമ്മുടെ അമ്പലം. ബസ്സേ പോയാൽ ഇവിടം വരെ ഇറക്കി വിട്ടിട്ട് അവരങ്ങ് പോവും. പിന്നെ നമ്മൾ നടന്ന് വരണം ഇങ്ങോട്ട്. ചക്കപ്പിക്ക് ഇപ്പം നടക്കാൻ വയ്യെന്ന് തോന്നുന്നു കേട്ടോ. ഉടായിപ്പ ഇത്ര നേരം ഓടിക്കളിക്കണമെന്നുള്ളതാണ്. അങ്ങനെ നീ ആ ഐസ്ക്രീം എന്നിട്ട് ഓടി കളിച്ചു ഇതില്ലേ. ഇന്ന് നിൻ്റെ ഡേയാ, നീ എവിടെ വേണേലും പൊക്കോ ഓടി. ഞാൻ അവിടെ വെള്ളമുണ്ട്, ചവിട്ടി വീടില്ല. ഗൈസ് ഇതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ. ഓ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങ് താഴെയൊക്കെ ഒരു വീടൊക്കെ ഉണ്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ നന്ദി ഹിൽസിൻ്റെ ടോപ്പിലത്തെ വ്യൂവിൻ്റെ അവിടെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ആ ടോപ്പിലുള്ള വ്യൂ. അപ്പം നിങ്ങൾ ഓർക്ക് ഇതെന്താ ഇങ്ങനെ കാണുന്നത്? ഈ നിൽക്കും നമ്മുടെ ചക്കപ്പി ഐസ്ക്രീം നിന്നുകൊണ്ട് നടക്കുന്നുണ്ടോ? എൻ്റെ അടുത്ത കുഞ്ഞുമാവ് വരുന്നു ഐസ്ക്രീം നിന്നുകൊണ്ട്. അയ്യോ അതിപ്പോൾ അലിഞ്ഞ് താഴെ പോ. നീ പെട്ടെന്ന് നിന്നേ, അതിൻ്റെ മൂട്ടിക്കടിച്ച് പൊട്ടിക്കില്ല കേട്ടോ. ഗൈസ് ഇവിടുത്തെ വ്യൂ ഉണ്ടോ ഗൈസ്? അങ്ങ് താഴേക്കുള്ള വീടൊക്കെ ഉണ്ടോ? അയ്യോ സൂപ്പർ നൈസ് വ്യൂ ആണ് കേട്ടോ. ഒത്തിരി അങ്ങ് സൂം ചെയ്തൊന്നും കാണില്ലല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് ഇറങ്ങി ഗൈസ്. അപ്പം ഞങ്ങൾ തിരിച്ച് ഇനി ഈ മലയെല്ലാം ഇറങ്ങി താഴോട്ട് പോട്ടെ. ഞങ്ങൾ വരുമൊന്ന്. ചക്കുപ്പി ആദ്യം ഇവിടെ സ്ട്രോബെറിയുടെ ഐസ്ക്രീം തിന്നുന്നത്. മിക്കവാറും തിന്നാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്ന് മിക്കവാറും കുരങ്ങൻ കൊണ്ടുപോകും. ഞാൻ അടുത്തൊരു കരച്ചിൽ കാണണം. ഇതാണ് നമ്മുടെ നന്ദി ഹിൽസിലുള്ള നെഹ്റുവിൻ്റെ വസതി. ഇവിടെ ഇങ്ങനെ ഇതൊക്കെ കാണാം. ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ലതാണ്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ചെറിയൊരു മഴക്കാർ കൂട്ട്. ഇനി നമ്മൾ ഈ മരങ്ങൾക്കെല്ലാം ഇടയിൽ നിൽക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എന്താ മഴക്കാർ കൂട്ട് തോന്നിക്കുന്നത്. ഭയങ്കര മൂഡ് ഓഫ് കൂട്ട്. എവിടെയാണ് നെഹ്റുവിൻ്റെ സ്റ്റാച്ചു വയ്ക്കുന്നത്? ഇതാണ് നെഹ്റുവിൻ്റെ വസതി. അവിടെ കള്ളിമുള്ളിച്ചെടി കണ്ടോ? അത് കിളി, എന്തോ കിളി. അത് ഉള്ളിച്ചെല്ലിയല്ല. ഇനി ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ് ഗൈസ്. ഗൈസ് ഇതാണ് നെഹ്റു നിലയം. കണ്ട, നിലയമല്ല നിലയ, മലയാളത്തിൽ നിലയം എന്ന് പറയും. എന്നുവെച്ചാൽ നെഹ്റുവിൻ്റെ വസതിയാണിത്. പുള്ളി ഒഴിവ് സമയങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു കണ്ടിട്ട്. അയ്യോ ഒരു മരം കണ്ടോ? നല്ല രസമുണ്ടല്ലോ. എന്തോടി അന്ത് കായുണ്ട് കേട്ടോ അതിൽ. എന്ത് ഇത് അവക്കാടായ? എന്ത് തന്നെ അത് തിന്നുന്നല്ലോ ആണ്. അയ്യോ എന്തൊരു വലിയ ബൊഗൻവില്ല നിൽക്കുന്നത്. ചക്ക് ബൊഗൻവില്ല ഉണ്ടോടാ? അടിപൊളി കണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശമാണ്. നമ്മളിപ്പോൾ വന്നത് ബാക്കിൽ കൂടെയാന്ന് തോന്നുന്നു. കണ്ടോ ഇവിടെ ഒരു നെഹ്റുവിൻ്റെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചക്കു ഇതിൽ ഓടിക്കളഞ്ഞു. നെഹ്റു അപ്പൂപ്പനാ? ചാച്ചാജി. ചക്കു നെഹ്റു അപ്പൂപ്പനെ കണ്ടുകൊണ്ടിരിക്കുക. പോകാം ബാ. അതിലേ പോകുന്ന താഴോട്ട്. ആ
അതാണ്ടിരിക്കുന്ന പുള്ളി. ഇതെന്താ ചൊറുകണോ നോക്കുന്നത്? വലിയ മുട്ടം ബൊഗേൻവില്ല. വലിയ ബൊഗേൻവില്ല ഉണ്ട് ഗൈസ്. മരത്തിന്റെ മണ്ടയ്ക്ക് വരെ കയറി പോയിട്ടുണ്ട്. നല്ല രസമുണ്ട്, പൂവും എല്ലാം ആയിട്ട്. അങ്ങനെ ഇപ്പോൾ നെഹ്റു നിലയമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അവിടെ വലിയൊരു ബൊഗേൻവില്ലയുണ്ട്. പിന്നെ 2 സ്ഥലം ഫുള്ള് യൂക്കാലി മരങ്ങൾ. അപ്പോൾ അമ്മൂസും ചക്കുപ്പിയും കൂടെ തന്നെ ഇവിടെ ഓടിക്കളിച്ച് നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ താഴോട്ട് പോകണം. അമ്മൂസിനി പിടിക്കാൻ പറ്റണം. പെല്ലിറങ്ങി പോടാ സൈഡ് കൂടെ, വീടല്ലേ. പെല്ലപ്പോ പെല്ലപ്പോ. ആ പോയ 2 പേര് പറയുന്നത് നമ്മൾ മലയാളികളാണ്, അവർക്ക് മലയാളം അറിയാമെന്ന് തോന്നുന്നു. അതിലേതോ ഒരാൾ മലയാളിയാണെന്ന് തോന്നുന്നു. പെണ്ണാണോ ചെറുക്കനാണോ എന്നറിയത്തില്ല. മലയാളികൾ അതിലേതോ ഒരാൾ പറഞ്ഞ് അവർ മലയാളമാണ്. ആ ദേണ്ട് ഗൊറില്ല. ചക്കു ദേണ്ട ഗൊറില്ല. ദേണ്ട് ഈ ബൈക്കിൻ്റെ പേര് ഗൊറില്ല. ചക്കു ചുറ്റിനും നോക്കുക ഗൊറില്ല ഇവിടെ നിന്ന്. ഞാനും ചക്കുപ്പിയും കൂടി ഇവിടുത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഈ പവലിനകത്ത് കയറി വന്നു. അമ്മൂസ് അപ്പോഴത്തേക്ക് അവിടെ നിന്ന് പൂ പറിക്കുന്നു. കാരണം അവനത് പിടിക്കാൻ പോകുന്നു. അവിടെ എന്തൊരു പിങ്ക് കളർ പൂ നിൽപ്പുണ്ട്, അത് പറിക്കാൻ പോയത് 2 പേരോട്. ചെറുക്കൻ തന്നെ ഇതിൽ ഓടിച്ചാടി നടക്കുക. ആണ്ട് വരുന്ന പൂവും പറിച്ചോണ്ട്. ഇതാ പെല്ലക്കര ഇവിടെ അതിൻ്റെ ഇടയിൽ പോവല്ലേ താഴെ. നീ അവിടെ പോയിരുന്നോ? ഇന്ന് പൂവും പറിച്ചോണ്ട് പോകുന്നത് എങ്ങോട്ടാണോ എന്തോ. നമ്മൾ താഴോട്ട് ഇറങ്ങി വരുന്നേ. ആ ടെമ്പിളാ. ആ ഊപ്പർ നമ്മൾ താഴോട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് ഉണ്ട് ഇത്. ഇതിനെന്താ മുത്തു പറയുന്നേ? മുത്തു 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 എന്തോ ഇതിന് പറയുന്നേ? അതല്ല, ഈ യൂക്കാലി ഫോറസ്റ്റ് അല്ല, ഇതിനെന്തോ പറയുന്നേ? ഈ എനിക്ക് ഇതിന്റെ മണ്ടയിൽ കൂടെ കയറി നമുക്ക് നടക്കാം. കയറുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഇപ്പം നല്ല ഇടി മുഴങ്ങുന്നുണ്ട്. ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് താഴെ പോകണം. ഇടി നല്ലതായിട്ട് മുഴങ്ങുന്നുണ്ടല്ലോ. അയ്യോ, അവിടെ നിന്ന് നല്ല വെട്ടം ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ. ഇവിടെ ഈ തറയിൽ കണ്ടോ ഇങ്ങനത്തെ നല്ലൊരു പിങ്ക് കളറിലെ നല്ലൊരു പൂ കിളുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് പൂ പറിച്ചെടുത്തതാ. ഈ പൂ വെച്ചിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇപ്പം തന്നെ നല്ല ഇടിമുഴക്കമുണ്ട്. മുത്തും ചക്കുവിനും അതിൻ്റെ മണ്ടയ്ക്ക് കയറണമെന്ന് പറഞ്ഞ് അവർ 2 പേരും കൂടെ കയറി പോവാണേ. ഞാൻ കയറുന്നില്ല. മുത്തു അത് പൊളിഞ്ഞു കിടക്കുവാണോ നോക്കണേ. മുത്തു പോകാം, കൊടയില്ല കയ്യില്. അവർ 2 പേരും അതിൻ്റെ മണ്ടയ്ക്ക് കയറി. എനിക്കിനി കയറാൻ മേല. ഒന്നത് നടന്ന് ഞാൻ ക്ഷീണിച്ച്. അതുകൊണ്ട് ഹലോ പറ. എല്ലാം ഫുൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിനെന്തുവാ മുത്ത് പറയുന്നേ? ഇതെന്തുവാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിന്റെ മണ്ടയ്ക്ക് ഇവിടെ ഇതിന് പറയുന്ന പേരെന്താ? എന്താ? സിംഗപ്പൂറോ? പോടാ. ആ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നല്ല തണലും ഒക്കെയാണ് ഇവിടെ. ഇന്ന് വലിയ തിരക്കില്ല. ആൾക്കാരെല്ലാം രാവിലെ വെളുപ്പിനെ വന്നിട്ട് പോയി കാണും. ഈ സമയത്തൊന്നും ആരും ഇല്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ചക്കുപ്പി നടക്കുന്നുണ്ട് കൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്ന് ഇറങ്ങിപ്പോവാണ് കൈസ്. കാരണം ഞങ്ങൾ നടന്നു പോവാണേ. ഇനി താഴെ ചെന്നിട്ട് കാണാം കൈസ്. അമ്മൂസ് നോക്കി ചിരിക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചെറുതുണ്ടായിരുന്നല്ലോ, അതവിടെ പോയി. അതാണ്ട് നിൽക്കുന്നു. ഇപ്പം എന്താണെന്നറിയോ? ഇപ്പം ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് അത് ഇറക്കും. വാ അതിലേ കേട്ടോ, ഇതിലേ വാ. ഞാൻ ഈ മരത്തിൽ ഒട്ടിക്കാം. വാ ഇവിടെ നമുക്ക് താഴോട്ട് വ്യൂ. ആദ്യമായിട്ട് അട്ടനെ കണ്ടിട്ട് അന്തം പൊട്ടിക്കുന്ന ചക്കുനെ കണ്ടിട്ടുണ്ടോ? താണ്ടിരിക്കുന്നു. ഉരുണ്ടിരിക്കുന്ന അട്ട. ശരിയാണ് കൈസ്, ഉരുണ്ട് പോയി അട്ട. കാർട്ടൂണത്ത് കണ്ടായിരുന്നോ? അത് വേറെ ഏതാണ്ട് സാധന. ഇതിന്റെ പേരെന്തുവാ? അല്ല, ഇത് പുഴുവല്ല, ഇത് അട്ട. ഒരു കാര്യം ചെയ്യ്,
എടുത്ത് പോക്കറ്റ് കേട്ടോ വീട്ടിൽ കൂടെ തിന്നാനാണ് തിന്നാനും അയ്യേ എല്ലാവരും ട്രൈ ചെയ്ത് ഈ അവനെ പിടിച്ചോ ഇനിയും ചുമ്മാ പറഞ്ഞു എടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് വീട്ടിൽ വരും മോനെ എല്ലാവരും ട്രൈ ചെയ്ത് ഇവനെ ഇടയ്ക്കിടയ്ക്ക് സൈക്കോ സ്വഭാവമുണ്ട് ഉറുമ്പിനെ പിടിച്ച് കുപ്പിയിലിടുക തോണ്ടിക്കളയുക ചെളിനെ പിടിച്ച് കുപ്പിയിലിട്ട് വെക്കുക എന്നിട്ട് ഉറുമ്പിൻ്റെ പുറകെ പോയിട്ട് അതിനെ ഉപദ്രവിക്കുക പിന്നെ വണ്ടി കയറ്റി കൊല്ലുക ഇതൊക്കെയാണ് അവൻ്റെ വീട്ടിലെ ഹോബി വേറെ എന്തെങ്കിലും ആ എന്തോ ഇങ്ങനെ പോകും അപ്പോൾ പുള്ളി യഹൂബി എങ്ങനെയുണ്ട് ട്രിപ്പ് താങ്കൾക്ക് ഇന്നത്തെ ട്രിപ്പിനെ പറ്റി നിനക്ക് ഇന്നത്തെ ട്രിപ്പിനെ പറ്റി എന്താണ് പറയാനുള്ളത് പറ ഒരു കാര്യം പറയാനില്ല ഒരു കാര്യം പറയില്ലെന്ന് ഇത് ഫുള്ള് ദേഷ്യം എവിടെ ആര് ഇന്ന് ഫുള്ള് ഇന്ന് ഫുള്ള് അഴിച്ചു വിട്ടേക്കുമായിരുന്നു തെണ്ടി തിരിഞ്ഞ് നടക്കും നീ ഒന്നും പറയണ്ടടാ ഇന്ന് ചക്കുന്റെ കൈക്ക് പോലും ഞങ്ങൾ പിടിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങൾ ചക്കുന്റെ എവിടെ പോയാലും ചക്കുന്റെ ആ നല്ലൊരു വ്യൂ എടി ഇവിടെ ഒരു ഫോട്ടോ എടുത്തടി ഇവിടെ എനിക്ക് നല്ല രസമുണ്ടല്ലേ കാണാൻ എന്നാൽ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് കിച്ചിട്ട് പോവാം ഓക്കെ കഴിച്ച് അങ്ങനെ കിട്ടില്ല ഒരു ഫ്രൈ നല്ല രസമല്ലേ കാണാനായിട്ട് ചക്കുപ്പി ഇതുകൊണ്ട് അവിടെ പോയി നിൽക്കുന്നു എന്തോടാ അത് എന്തോടിയാ അതോ കുരങ്ങന്മാരെ കൂടെ പൊരിഞ്ഞടി അത് കണ്ടുകൊണ്ട് ചക്കു കണ്ട് പേടിച്ചോടെ നിൽക്കുന്നു പേടിച്ചേക്കാണോ ചക്കുപ്പി ആണോ അയ്യോ എന്താ ചെയ്യും കൊടുത്തതാണ് മൊത്തം എനിക്ക് കുരങ്ങന്മാരെല്ലാം വാലെ വാലെ പോണു കഴിച്ച് ചക്കുപ്പീനെ കണ്ടെടുത്തോണ്ട് പോകുമ്പോൾ എന്തോ നല്ല വ്യൂ കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ അല്ലേ വ്യൂ ബൊഗൈൻവില്ല ഇരിക്കുന്നതാണ് ഇവിടെ എല്ലാം ഓരോ പവലിയൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നമുക്ക് കയറി ഇരിക്കുക റെസ്റ്റ് ചെയ്യുക പക്ഷേ ഒന്നും ഇരുന്ന് കഴിക്കാൻ പറ്റൂല ദേവു പക്ഷേ നമുക്കിവിടെ നിന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യമാണ് ഒന്നെങ്കിൽ നമ്മൾ ആ കടയിൽ കയറി ഇരുന്ന് കഴിക്കണം അല്ലെങ്കിൽ നമ്മൾ ആ താഴെ വണ്ടി ഇടുന്നിടത്ത് വല്ലതും ഇരുന്ന് കഴിക്കേണ്ടി വരും ഇവിടെ അങ്ങ് ഇരുന്ന് കഴിക്കാനോ ഒന്നും പറ്റത്തില്ല ഭയങ്കര ശല്യമാണ് ഈ കുരങ്ങന്മാരെ കണ്ട് ഇവിടെ ഫുള്ള് കലിമരങ്ങളാണ് ഇനി നമ്മൾ നേരെ താഴെ ഇറങ്ങുന്നു നമ്മളിതിലെ നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് ഇത് കണ്ടോ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം പ്ലാസ്റ്റിക് കുപ്പി മേടിച്ച് വെച്ചേക്കുന്നതാണ് ഇവിടെ ഇതാണ് മേലോട്ട് കൊണ്ടുവന്ന ബസ് മുമ്പേ നമ്മൾ കണ്ടില്ലേ അപ്പോൾ ഞങ്ങൾ താഴെ വന്നു അപ്പോൾ ഇതെന്തായാലും നല്ല കാര്യമാണ് മേളിലെന്നാലും ഈ കുഞ്ഞു പിള്ളേരുടെ പാമ്പർ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഊരി അവിടെ എല്ലാം ഇട്ടേക്കുക വെളിയിൽ അത് മാത്രമാണ് മേലോട്ട് വരുമ്പോൾ ഒരു വൃത്തികേട് അതാണ്ട് എൻ്റെ മണ്ടക്കറി ഇരിക്കുന്നത് യാ ഇറങ്ങണ്ട താഴെ എന്തിനാ നീ വെടി വെക്കാൻ പോകണല്ലോ എന്താ എടുക്കാൻ പോവാ ചക്കുപ്പി വെടി വെക്കാൻ പോകുന്നു ഗൈസ് കുത്തു 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 വെടി വെച്ചോണ്ടിരിക്കുകയാണ് മതി പാം വാടാ ഗൈസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ നന്ദീർസ് വീഡിയോ ഇവിടെ തീരുവാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങി താഴോട്ട് പോട്ടെ ഭയങ്കര മഴക്കോളുണ്ട് ഇവിടെ ഞങ്ങൾ അടുത്ത സ്ഥലത്ത് പോകണം അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ.